ഇനി വടകരയിലേക്ക് വന്നല്ലോ. അവിടെ വടകര നാദാപുരം റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തീയും പുകയും ഉയർന്നു എന്നതാണ് വാർത്ത. വലിയൊരു അപകടം ഉണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയൊരു അപകടം ഒഴിവായി. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങോട്ട് തീ ഉണ്ടായിരുന്നല്ലോ. എറിഞ്ഞിട്ട് കാര്യമില്ല. വടകര നാദാപുരം റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് തീയും പുകയും ഉയരുകയായിരുന്നു. യാത്രക്കാരെ പെട്ടെന്ന് പുറത്തിറക്കി. അതുകൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടാകാതെ യാത്രക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് അവിടെ നിന്നുള്ള വിവരം. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പിന്നീട് തീ അണയ്ക്കുകയായിരുന്നു. മുഹമ്മദ് ഷഹീദ് ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഹീദ്, വലിയൊരു അപകടം ഉണ്ടാവേണ്ടതായിരുന്നു, അത് പെട്ടെന്നൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് അത് ഒഴിവായി. ഇതെപ്പോഴാണ്, എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? തീർച്ചയായും രാവിലെ 11:30 ഈ അപകടം ഉണ്ടായത്. കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന വളന്റ് എന്ന ബസ്സാണ്, സ്വകാര്യ ബസ്സാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് ബസ്സിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഡ്രൈവർ ഉടൻ തന്നെ ബസ് നിർത്തി പെട്ടെന്ന് തന്നെ യാത്രക്കാരെ പുറത്തിറക്കി എന്നുള്ളതാണ് കൂടുതൽ അപകടം ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ ആളുകൾക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. ആളുകൾ ഒഴിവാക്കി പെട്ടെന്ന് തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി വെള്ളമൊഴിച്ച് തീ കെടുത്തുകയായിരുന്നു. ബസ് കത്തുന്നത് ഒഴിവാക്കാനുള്ള സാഹചര്യം ഒഴിയുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഹൈവേ പോലീസും സ്ഥലത്തെത്തി അതിന് രക്ഷാപ്രവർത്തനം സഹായിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് ഇങ്ങനെ തീയുടെ വരാനുണ്ടായ കാരണമെന്നാണ് പ്രാഥമികമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്.